ഈ അറിയാൻ പാടില്ലാത്ത ഹിന്ദി പറഞ്ഞ് നമ്മൾ നോർത്ത് ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് നല്ല രീതിയിൽ വൈറലായി. നമ്മുടെ ഈ ഹിന്ദി അന്നത്തെ ഹിന്ദി എന്ന് പറഞ്ഞാൽ മാക്സിമം മിസ്റ്റേക്കുകളാണല്ലോ. താങ്കൾ ഈ സോഷ്യൽ മീഡിയ കയറിയിട്ട് ഹിന്ദിയിൽ ഡയലോഗ് അടിക്കുന്ന ഒരാളാണ്. അതെ. അപ്പൊ താങ്കൾ പറയുന്നത് മുഴുവൻ പൊട്ടത്തെറ്റാ. അല്ല, ആദ്യ സമയങ്ങളിലൊക്കെ മാക്സിമം മിസ്റ്റേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഈ മിസ്റ്റേക്കുകൾ കാണാൻ വേണ്ടിട്ട് ഹിന്ദിക്കാരൊക്കെ കൂടി ഇരിക്കും. നമ്മളാണെങ്കിലും ആരെങ്കിലും മലയാളം അറിയാത്ത ഒരാൾ മലയാളം പറയുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കറ്റായി. ഈ അറിയാൻ പാടില്ലാത്ത ഹിന്ദി പറഞ്ഞ് നമ്മൾ നോർത്ത് ഇന്ത്യ മുഴുവൻ അങ്ങോട്ട് നല്ല രീതിയിൽ വൈറലായി. എന്താണ് ഈ തെറ്റൊക്കെ പറയുന്നത്? പൊട്ടത്തെറ്റ് ഗ്രാമറിക്കൽ മിസ്റ്റേക്കുകളാണ്. ഇപ്പൊ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ പഠിച്ച കാരണം. അന്നൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ചേരാത്ത പദങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ചേർത്ത് വെക്കും. വായി തോന്നുന്നതൊക്കെയാണ് പറയും. അപ്പൊ അത് കാണുന്നവർക്ക് ഒരു കൗതുകം. അപ്പൊ ആ സമയത്ത് അത് ഒരു ഹിറ്റായി. പക്ഷെ എന്നാൽ പോലും അവര് ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല ആരും. വിളിച്ചതിന് ശേഷം അങ്ങനെയല്ല മോനെ പറയുന്നത്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ അങ്ങനെ ഉപദേശിക്കും. അല്ല, മോസ്റ്റ്ലി ഉപദേശിക്കാറുണ്ട്, ഇങ്ങനെ പറഞ്ഞു തരാറുണ്ട്. പക്ഷെ അതിലൂടെ കച്ചവടം നടക്കുകയായിരുന്നു. അതുപോലെ കച്ചവടം നടക്കുക, റിലേഷൻഷിപ്പ്. ഞാൻ എൻ്റെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തത് പ്രൊഡക്റ്റിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പ്. ഈ വിളിക്കുന്ന ആൾക്കാരെല്ലാം സ്റ്റാഫിനെ വിളിക്കും, അതിനുശേഷം എന്നോട് വീഡിയോ കോൾ വിളിക്കും. ചുമ്മാ മൊബൈലിൽ കൊണ്ടുവന്ന് വാട്സാപ്പ് കോളോ വീഡിയോ കോൾ, ഞാൻ പറഞ്ഞ വീഡിയോ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞ ഒരു ട്രസ്റ്റ് ബിൽഡപ്പാണ്.